സുവിശേഷം 1-ാം അധ്യായം 37-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു. അവൻ പറഞ്ഞത് കേട്ട് ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു. സ്നാപകയോഹന്നാൻ അധിക കാര്യമൊന്നും പറഞ്ഞില്ലേ. പ്രിയമുള്ളവരെ, 1-2 കാര്യങ്ങൾ മാത്രമേ യേശുവിനെ കുറിച്ച് പറഞ്ഞുള്ളൂ. യേശുവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നീ സ്നാപകയോഹന്നാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്നാപകയോഹന്നാൻ്റെ വായിൽ നിന്ന്, നാവിൽ നിന്ന് ഈ 1-2 വാക്കുകൾ യേശുവിനെ കുറിച്ച് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്നാപകയോഹന്നാൻ്റെ കൂടെയായിരുന്നു നീ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട 2 ശിഷ്യന്മാരിൽ നീ 2 പേര് ഈ യോഹന്നാൻ പറഞ്ഞത് കേട്ട് നീ ഒരു വാക്ക് പറഞ്ഞതേയുള്ളൂ. യേശുവിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞതേയുള്ളൂ. ഇങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ട് നീ ആ 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു എന്ന വചനം പറയുക. നമ്മളിതിൻ്റെ പശ്ചാത്തലം ഒന്നറിയുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം വായിക്കുമ്പോൾ വചനം പറയുന്നു, അടുത്ത ദിവസം സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ 2 പേരോട് കൂടി നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ദൈവത്തിൻ്റെ കുഞ്ഞാട്. കർത്താവായ യേശു നടന്നു പോകുന്നത് കണ്ടപ്പോൾ, അല്ലെങ്കിൽ യേശു നടന്നു വരുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുകയും ഇവിടെ യോഹന്നാൻ പറയുന്നത് ഇത് മാത്രമാണ്, ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ പോകുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ വരുന്നത് ദൈവത്തിൻ്റെ കുഞ്ഞാട്. നീ ഈ വാക്ക് മാത്രമേ പറഞ്ഞോളൂ. ഇനി യേശുവിനെ കുറിച്ച് ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞതേയുള്ളൂ. പ്രിയമുള്ളവരെ, അടുത്ത വചനം പറയുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം പറയുക, ഈ യോഹന്നാൻ ഇത് പറഞ്ഞത് കേട്ട് നീ ആ സമയം തന്നെ, പിന്നേ ദിവസമോ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞല്ല കേട്ടോ, ഈ യോഹന്നാൻ പറഞ്ഞ് ആ സമയം തന്നെ ആ പറഞ്ഞത് കേട്ട് 2 ശിഷ്യന്മാർ ആരെ അനുഗമിച്ചു എന്ന വചനം പറയുക, യേശുവിനെ അനുഗമിച്ചു. നീ യോഹന്നാൻ യേശുവിനെ കുറിച്ച് അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് പറഞ്ഞതേയുള്ളൂ. ഇത് കേട്ട ഉടൻ തന്നെ നീ യോഹന്നാനെ വിട്ട് 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിതം ആരംഭിച്ചിട്ട് നീ എത്രയും വർഷങ്ങൾ കഴിഞ്ഞു പോയി എന്ന് എൻ്റെ വായിൽ നിന്ന്, നീ നമ്മുടെ അതിരത്തിൽ നിന്ന് യേശുവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം കേട്ട് അനേകം വ്യക്തികൾ നീ യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടതാണ്. അപ്പം നമ്മളൊക്കെ യേശുവിനെ മറ്റു വ്യക്തികൾക്ക് കൊടുക്കേണ്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ, നീ യേശുവിനെ കുറിച്ച് മക്കളോട് 1-2 കാര്യം പറഞ്ഞാൽ മതി. ഈ മക്കൾ ആരുടെ പിന്നാലെ പോകും? യേശുവിൻ്റെ പിന്നാലെ പോകും. നീ ഇവിടെ ഇരിക്കുന്ന മക്കൾ, നീ 1-2 കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് നീ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറഞ്ഞാൽ മതി. ഈ മാതാപിതാക്കൾ ആരുടെ പിന്നാലെ പോകും? യേശുവിൻ്റെ പിന്നാലെ പോകും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ കരവയ്യെത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു സഹോദരി, അതിൻ്റെ കുടുംബത്തിലെ ഒരു മകളാണ്. താമസമുള്ള ആന്തരിക സൗഖ്യ ധ്യാനം കൂടാൻ വേണ്ടി വരുമ്പോൾ നീ കഴിഞ്ഞ 5-6 വർഷമായി തന്നെ പ്രിയപ്പെട്ട പപ്പ ദേവാലയവുമായി യാതൊരു ബന്ധവുമില്ല. പപ്പയ്ക്ക് ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പപ്പ ദേവാലയവുമായി ബന്ധമില്ല എന്ന് മാത്രമല്ല, കൗതാശികമായ ജീവിതമില്ല എന്ന് മാത്രമല്ല, നീ കുടുംബത്തിലുള്ള ജപമാല പ്രാർത്ഥനയിലും അപ്പം പങ്കെടുത്തിട്ട് അനേക വർഷമായി. അപ്പം ഈ വിശ്വാസം നഷ്ടപ്പെട്ട്, അതോടൊപ്പം തന്നെ ഈ വിശ്വാസം ഈ അപ്പനിൽ നിന്ന് അടിയിറങ്ങി പോയപ്പോൾ ഈ അപ്പൻ്റെ ജീവിതത്തിലേക്ക് അനേക തിന്മകൾ കടന്നു വരികയാണ്. അതുവരെ ഇല്ലാതിരുന്ന മദ്യപാനം ആരംഭിച്ചു. ഇങ്ങനെ നിരവധിയ തിന്മയുടെ സ്വാധീനം ഈ ദൈവം നഷ്ടപ്പെട്ടു പോയ ഈ പ്രിയപ്പെട്ട പപ്പയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ മകൾ കണ്ണുനീരോടെ തിരുവനന്തപുരത്ത് നിന്ന് ഈ താമോറാകുന്ന ദൈവത്തിൻ്റെ കൂടാരത്തിൽ വന്ന് ധ്യാനം കൂടുമ്പോൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ച, ദൈവമേ, എൻ്റെ അപ്പനിലേക്ക്, എൻ്റെ അമ്മയിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് നീ എന്ത് ചെയ്യണം? ഒന്ന് വരണം. ഈ ധ്യാനം കഴിഞ്ഞ് താമോർന്ന് മടങ്ങിയത് നീ വെഞ്ചിരീസ് വെള്ളവുമായിട്ടാണ്. നീ അതിലുപരി വിശ്വാസം വർദ്ധിച്ചാണ് ഈ മകൾ ഈ താമോർ വിട്ടു പോയത്. ഈ അനേക നാളായി കൗതാശികമായ ജീവിതമില്ലാതെ ഈ മദ്യപാനം എന്ന തിന്മയ്ക്ക് അനുഭവപ്പെട്ട് കഴിയുന്ന ഈ പ്രിയപ്പെട്ട പപ്പയ്ക്ക് വേണ്ടി ഈ മകൾ ജപമാലയെല്ലാം ആരംഭിച്ചു. ഈ കൊണ്ടുപോയി വെഞ്ചിരീസ് വെള്ളം 4-5 ദിവസം ഈ അപ്പനെ കുടിക്കാൻ വേണ്ടി കൊടുത്തതാണ്. ചായയിലെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തതാണ്. പ്രിയം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പന് മദ്യപാനം എന്ന ചിന്തയല്ല വരിക. ഈ അപ്പൻ്റെ മനസ്സ് വരിക മാതാവിനെ കുറിച്ച്, പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള ചിന്തകളാണ്. പ്രിയമുള്ള മദ്യപാന ചിന്തയല്ല. ഈ ജപമാല ചൊല്ലി, ഈ വെഞ്ചിരീസും വെള്ളം കൊടുത്ത്, ഈ ധ്യാനത്തിൻ്റെ വിശേഷങ്ങൾ, ഈ ധ്യാനത്തിൽ കിട്ടിയ അനുഭവങ്ങൾ, ഈ മകൾ എല്ലാ ദിവസവും സായം സന്ധ്യയിൽ രാത്രി വളരെ വൈകിയൊക്കെ
ഈ അപ്പം വന്ന് വീട്ടിൽ കയറുമ്പോൾ നീ പിറ്റേ ദിവസം പ്രഭാതത്തിലൊക്കെ നീ 3-4 ദിവസം ഈ അപ്പനോട് യേശുവിനെ കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ 4-5 ദിവസം കഴിഞ്ഞ് അപ്പം പറയുക, നീ മക്കളോട് പറഞ്ഞു, നീ ജീവിത പങ്കാളിയോട് പറഞ്ഞു, എനിക്ക് എന്താണ് പറ്റിയതെന്നറിയില്ല, എനിക്കിപ്പോൾ എല്ലാ സമയം എൻ്റെ ചിന്ത വരുന്നത് പരിശുദ്ധ മാതാവിനെ കുറിച്ചുള്ള ചിന്തയാണ്. നീ മാതാവിനെ കുറിച്ചുള്ള ചിന്ത, നീ ഇത് കഴിഞ്ഞ് യേശുവിനെ കുറിച്ചുള്ള ചിന്തയായി. പ്രിയമുള്ളവരെ, 6-7 ദിവസം കഴിഞ്ഞു പിറ്റേ ആഴ്ച താമ്പോറി ധ്യാനം നടക്കുമ്പോൾ നീ ആ ധ്യാനത്തിലെ തിരുവനന്തപുരത്ത് നിന്ന് തൻ്റെ ഭാര്യയും കൂട്ടി ഈ അപ്പൻ ഈ ആലയത്തിൽ വന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുകയാണ്. മകള് ധ്യാനം കഴിഞ്ഞ് പോയിട്ട് ഒരാഴ്ച ഇതേ ഉള്ളൂ. ഈ ദൈവത്തെ കുറിച്ച്, ഈ ദൈവ അനുഭവത്തെ കുറിച്ച് നീ 2-3-4 ദിവസം ഈ അപ്പനോട് പറഞ്ഞതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ അപ്പന് വെഞ്ചിരിച്ചവണ്ണം നൽകിയതേ ഉള്ളൂ. ഈ അപ്പന് വേണ്ടി ജപമാലയിൽ പ്രാർത്ഥിച്ചതേ ഉള്ളൂ. ഈ അപ്പം പറയുക, നീ എൻ്റെ മനസ്സിൽ എപ്പോഴും പരിശുദ്ധം അമ്മയെ കുറിച്ചുള്ള ചിന്തയാണ്, നീ യേശുവിനെ കുറിച്ച് ചിന്തയാണ്. പിറ്റേ ആഴ്ച ജീവിത പങ്കാളി ഒരുമിച്ചുള്ള ധ്യാനം കൂടി. ആ ധ്യാനത്തില് അപ്പനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു, നീ കഴിഞ്ഞ് ഇത്ര വർഷമായി നീ മദ്യപാനത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞ് നീ ദേവാലയവുമായി ബന്ധമില്ലാത്ത ഞാൻ ഈ പാപയിലെ ഉപേക്ഷിക്കുന്നു. ഈ അപ്പനത് ഈ തിരുവനന്തപുരത്തേക്ക് മടങ്ങി. പ്രിയമുള്ള അനേകരെ നീ ആ ദേശത്ത് നിന്ന് ഈ അപ്പൻ യേശുവിനെ കുറിച്ച് പറഞ്ഞ് ഈ ആലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോന്നു. നീ തിരുവചനം എന്താണ് പറയുക? നീ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിച്ച് കേട്ടതാണ്. അതായത് 1-36 വചനം യോഹന്നാൻ പറഞ്ഞത് മാത്രമാണ്, ഇത് ദൈവത്തിൻ്റെ ആരാണ്? കുഞ്ഞാട. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാട, ഇത് ദൈവമാണ്, ഇത് കർത്താവായ യേശുവാണ്. നീ എന്ന് ഒരു വാക്ക് പറഞ്ഞതേയുള്ളൂ. നീ തൊട്ടടുത്ത വചനം പറയുക, യോഹന്നാന്റെ സുവിശേഷം 1-37 വചനം പറയുക, അവൻ പറഞ്ഞത് കേട്ട് നീ 2 ശിഷ്യന്മാർ യേശുവിനെ ആ സമയം തന്നെ എന്ത് ചെയ്തു? അനുഗമിച്ചു. നീ അനുഗമിക്കാനുള്ള തീരുമാനം, യേശുവിനെ പിൻചൊല്ലാനുള്ള തീരുമാനം, യേശുവിനെ പിന്നാലെ നടക്കാനുള്ള തീരുമാനം, യേശുവിനെ കൂടെ ആകാനുള്ള തീരുമാനം നീ 2 വർഷം കഴിഞ്ഞാൽ അവരെടുക്കുക, നീ 2 മാസം കഴിഞ്ഞാൽ എടുക്കുക, നീ 2 ആഴ്ച കഴിഞ്ഞാൽ അവരെടുക്കുക. നീ ആ തീരുമാനം ആ സമയം തന്നെ അവരെടുക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആ ശിശുമാരി പ്രവേശിക്കുന്നത് യേശുവിനെ കുറിച്ച് ഈ യോഹന്നാൻ ഒരു കാര്യം പറഞ്ഞപ്പോഴാ. ഞാനും നിങ്ങളും ഈ യോഹന്നാനെ പോലെ നീ നമ്മുടെ പ്രിയപ്പെട്ടവരോട്, നീ നമ്മൾ കണ്ടുമുട്ടുന്നവരോട്, നമ്മുടെ സഹപ്രവർത്തകരോട്, നീ നമ്മുടെ ബന്ധുമിത്രാദികളോട്, നീ നമ്മുടെ അയൽക്കാരോട്, നമ്മുടെ ജീവിത പങ്കാളികൾ, മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങളോടൊക്കെ ഈ യേശുവിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ എത്ര പേര് യേശുവിനെ പിൻചൊല്ലുമായിരുന്നു. അപ്പൊ ഇതുവരെയും യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായെങ്കിൽ, ഇതുവരെ യേശുവിലേക്ക് ആരെയും അടുപ്പിച്ചിട്ടില്ലായെങ്കിൽ, ഇതിൻ്റെ കർത്താവാണ് എന്ന്, ഇതിൻ്റെ ദൈവമാണ് എന്ന് ഈ ദൈവത്തെ പിൻചൊന്നാൽ, ഈ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ള അനുഗ്രഹം കിട്ടുമെന്ന് ഇതുവരെയും ഈ അതിരം തുറന്ന് 1-2 പേരോട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊന്ന് പറയണം കേട്ടോ. നമ്മൾ ആരെ കൊടുക്കേണ്ടവരാണ്? യേശുവിനെ കൊടുക്കേണ്ടവരാണ്. അതായത് ഈ യോഹന്നാന് 2 ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ച് നീ യേശുവിൻ്റെ പിന്നാലെ വന്ന് യേശുവിനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നീ അവിടുന്ന് എവിടെയാണ് വസിക്കുന്നത്? നീ എവിടെയാണ് വസിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവായ യേശു എന്താണ് പറയുക? വന്ന് കാണാനാണ് പറയുക. അതായത് തിരുവചനം പ്രത്യേകമായിട്ട് പറയുന്ന, ഊന്നൽ കൊടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. യേശുവിനെ പിൻചൊല്ലുന്ന അവര്, നീ യോഹന്നാന്റെ സുവിശേഷം 1-38 വചനം, അവിടെ വചനം പറയുക, യേശു തിരിഞ്ഞ് നീ അവർ തന്നെ പിന്നാലെ വരുന്നത് കണ്ട്. ഇപ്പൊ ഞാനും നിങ്ങളും യേശുവിനെ കുറിച്ച് ചില വ്യക്തികളോട് നീ 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരാരുടെ പിന്നാലെ പോകും? യേശുവിൻ്റെ പിന്നാലെ പോകും. നീ അനേകർ യേശുവിൻ്റെ പിന്നാലെ പോകേണ്ടതാണ്. പക്ഷെ ഇതുവരെ യോഹന്നാനെ പോലെ ഞാനും നിങ്ങളും ഒന്നും പറയാതിരിക്കുന്നത് കൊണ്ട് നീ അനേകർ യേശുവിന് പിന്നാലെ പോകാതിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെ യേശുവിന് പിന്നാലെ പോകാതിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇതുവരെ ദേവാലയവുമായി ബന്ധമില്ലാത്തവരുണ്ടെങ്കിൽ, ഇതുവരെയും വിശ്വാസത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ യോഹന്നാനെ പോലെ യേശുവിനെ കുറിച്ചൊന്ന് പറയണം. അപ്പോൾ യേശുവിനെ പിന്നാലെ ഇവർ വരുന്നത് കണ്ട് യേശു ഇവരോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നല്ല യേശു ചോദിക്കുക. യേശു ചോദിക്കുക, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ നമുക്ക് പല പല നിയോഗങ്ങളുണ്ട്. നമുക്ക് ആത്മീയമായ നിയോഗങ്ങളുണ്ട്, നീ ഭൗതികമായ നിയോഗങ്ങളുണ്ട്, ശാരീരികമായി സൗഖ്യം കിട്ടേണ്ട നിയോഗങ്ങളുണ്ട്, നീ അനേകം തിന്മകൾ വിട്ടുപോകേണ്ട നിയോഗങ്ങളുണ്ട്, പഠന മേഖല ഉയർന്ന വിജയം കിട്ടാനുള്ള നിയോഗമുണ്ട്. എന്നാൽ ഏറ്റവും വലിയ നിയോഗമായി നമ്മൾ യേശുവിൻ്റെ ഒരു സാക്ഷിയാകാൻ വേണ്ടിയുള്ള നിയോഗമാണ്. അവ എന്ത് അന്വേഷിക്കുന്നു? നീ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. തമ്പുരാന്റെ സമീപം വന്നിരിക്കുമ്പോൾ യേശു നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്.
നീ തന്നെ പിന്നാലെ വന്ന 2 ശിഷ്യന്മാരോട് ഈശോ ചോദിച്ചതുപോലെ ഇന്ന് എന്നെ നോക്കി നിങ്ങളെ നോക്കി നമ്മെ ഓരോ വ്യക്തിയെ നോക്കി കർത്താവ് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്താണ് നിങ്ങൾ അന്വേഷിക്കുക? നീ അവരെ ഇതിന് മറുപടി പറഞ്ഞ എന്താ? റബി, ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? ദൈവം വസിക്കുന്നത് എവിടെയാണ്? നീ ദൈവം എവിടെയാണ് താമസിക്കുക? നീ ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയാണ് ഈ വസിക്കുന്ന സ്ഥലം ചോദിക്കുന്നത്. നീ കൂടുതലായിട്ടൊന്ന് അറിയാൻ വേണ്ടി അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? നീ ഇതിനെ കർത്താവായ യേശു പറയുന്ന മറുപടി എന്താ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വചനം, വന്ന് കാണുക എന്നുള്ള ആ വചനം. ദൂരെ നിന്ന് കഴിഞ്ഞാൽ നീ അടുത്ത് ചെന്നാൽ മാത്രമാണ് യേശുവിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇന്ന് പലരും ദൂരെ നിന്ന് നോക്കി. ഞാൻ സാധാരണ ധ്യാനത്തിലൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്ന് യേശുവിനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ യേശുവിനെ സമീപം വരണം. നീ യേശുവിനെ ഒന്ന് വിളിക്കണം. നീ നമ്മൾ അതിരം തുറക്കണം. നീ എങ്ങനെ വന്ന് കാണാൻ യേശു പറയുകയാണ്. അങ്ങനെ അവര് ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോട് കൂടെ താമസിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വചനം പറയുന്ന അപ്പോൾ ഏകദേശം 10 മണിക്കൂറായിരുന്നു. അപ്പോൾ നമ്മൾ യേശുവിനെ ഒന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, യേശുവിൻ്റെ പിന്നാലെ പോകാൻ ആഗ്രഹിക്കുമ്പോൾ യേശു നമ്മോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, നിങ്ങൾ വന്ന് കാണുക. ഇങ്ങനെ വന്ന് കാണുമ്പോൾ, യേശുവിനെ സമയം വരുമ്പോൾ, യേശുവിനോട് കൂടെ ആയിരിക്കുമ്പോൾ ഒരു വ്യക്തി കിട്ടുന്ന 3 അഭിഷേകമുണ്ട്. ദൂരെ നിന്ന് കഴിഞ്ഞാൽ ഈ അഭിഷേകം കിട്ടില്ല. വന്ന് കണ്ടാലാണ് ഈ അഭിഷേകം കിട്ടുകയുള്ളൂ. യേശുവിനെ വന്ന് കാണുമ്പോൾ ഒരു വ്യക്തി കിട്ടുന്ന 3 അഭിഷേകമാണ്. വചനം പറയുക, യേശുവിനെ ഒരു വ്യക്തി വന്ന് കാണുമ്പോൾ, യേശുവിനെ കൂടെ ഒരു വ്യക്തി വസിക്കുമ്പോൾ ആ വ്യക്തി തിരിച്ചറിയും. എന്താ തിരിച്ചറിയുക? കർത്താവായ യേശു ഏക ദൈവമാണ് എന്ന്. ഈ കുരിശിൽ കിടക്കുന്ന യേശു ആരാണ് തിരിച്ചറിയണം? ഇത് ഏക ദൈവമാണ്, ഏക രക്ഷകനാണ്. ഈ തിരിച്ചറിവ് കിട്ടുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ. എത്രയോ ദൈവമക്കൾ കണ്ണുനീരോട് പറയാറുണ്ട്, നീ മാമോദീസ സ്വീകരിച്ചിട്ട് 40 വർഷമായി, പിന്നീട് 30 വർഷം 20 വർഷമായി, നീ വേദപാഠം 12 വർഷം പഠിച്ചതാണ്, എന്നിട്ട് കർത്താവായ യേശു ഏക ദൈവമാണ്, ഏക രക്ഷകനാണ്. ഈ ഒരു അറിവ് ഇതൊരു അറിവാണ്. ഈ ഒരു അറിവ് ഒരു അഭിഷേകമാണ്. ഈ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിന് ഏത് കോണിൽ പോയി ജീവിച്ചാലും ഈ കുരിശിൽ കിടക്കുന്ന ഈശോയെയും ഈ കർത്താവിനെയും ഈ സഭയെയും നമ്മൾ ഇട്ടിട്ട് പോകില്ല.